നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു വ്യൂ പോയിന്റ് വന്നു. അപ്പം എൻ്റെ ദീപിയിലേക്ക് ക്യാറ്റൊക്കെ മേടിച്ചു തന്നു. ഞാനിതിൽ ഇറങ്ങില്ല എന്ന് 100 വട്ടം പറഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചിറക്കിയതായിരുന്നു. കാറ്റ് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കാറ്റ്. ഭയങ്കര അടിപൊളി. നമ്മൾ ആക്ച്വലി 1 ഡേ കംപ്ലീറ്റ്ലി ഇവിടെ സ്പെൻഡ് ചെയ്തു. ആക്ച്വലി വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് വാഗമണിലൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് നേരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകാം. ഈ വീഡിയോ ഞാനും എൻ്റെ ഹസ്ബൻഡും വാഗമണിൽ ഹണിമൂൺ പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. ആശി, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, ബാക്കി നമുക്ക് ട്രാവൽ ചെയ്യുന്ന വഴി കാണാം. മോർണിംഗ് കുറേ പ്ലേസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓഫ് റോഡും ഒക്കെ ഈ ജീപ്പ് സഫാരിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു KPM ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നിടത്തായിരുന്നു. അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. നമ്മളൊരു ഫിഷ് ഫാമിലാണ് എത്തിയേക്കുന്നത്. സോ നമുക്ക് അകത്തോട്ട് കയറാം. ഫിഷ് ഫാം എന്ന് കേട്ടപ്പോൾ എനിക്ക് അവിടെ എന്താവും എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഐ വിൽ ഷോ യു. ഈ കൊട്ടവഞ്ചി ആയിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് ഫിഷ് ഫുഡൊക്കെ മേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഫിഷിനൊക്കെ ഫീഡ് ചെയ്യായിരുന്നു. ബട്ട് എക്സൈറ്റിംഗ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമായിരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ കുറച്ച് നേരത്തിനുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഞാനിങ്ങനെ ഒരു കൊട്ടവഞ്ചിയിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി മാറി ഫിഷിനിങ്ങനെ ഫീഡ് ചെയ്ത്. ആക്ച്വലി ഇറ്റ് വാസ് റിയലി നൈസ്. കൊള്ളാല്ലേ? ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി മാറി പറയായിരുന്നു ഇത് മിസ്സാക്കിയിരുന്നെങ്കിൽ ശരിക്കും റിഗ്രറ്റ് ചെയ്തേനെന്ന്. അവിടുത്തെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. सोइल है और रॉक है, पत्थर है। ഞാൻ അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് ഫീഡ് ചെയ്ത് വരുമ്പോഴായിരുന്നു എൻ്റെ അടുത്ത് കൈ അകത്തിട്ട് ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. ഇതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ് ഓഫ് ദ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫിഷ് വന്നിങ്ങനെ കയ്യിലിങ്ങനെ നിബിൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ കിസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഇത് അടിപൊളിയായിട്ടോ. ആ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ അവരുടെ ഫാമിൽ വന്ന് ഫാമിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. അവിടുത്തെ ബേർഡ്സും പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലൂടെ പോകുമ്പോഴാണ് തിരിച്ച് നമ്മുടെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത് പോയത് ഒരു വ്യൂ പോയിന്റിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഷോപ്പ് എന്നെ അട്രാക്ട് ചെയ്തു കേട്ടോ. ഇത് ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു വ്യൂ പോയിന്റ് വന്നു. അപ്പം എൻ്റെ ദീപിയിലേക്ക് ക്യാറ്റൊക്കെ മേടിച്ചു തന്നു. അവിടുത്തെ വിൻഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് വിൻഡ് അത്രയ്ക്ക് വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രാസും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വാഗമണിൽ നമ്മൾ പോയ ഓരോ സ്പോട്ട്സും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പോയിട്ടുള്ള ബാക്കി സ്പോർട്സിനെ പറ്റിയും. സോ നമ്മളിനി അടുത്ത ലൊക്കേഷനോട്ട് പോവുകയാണ്. അങ്ങനെ ഇടുക്കി ഡാമിലെ ക്യാച്ച്മെന്റ് ഏരിയ കഴിഞ്ഞ്
പിന്നെ കുറേ ഓഫ് റോഡ് എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി കേട്ടോ. അത് അത്യാവശ്യം നല്ല രസമായിരുന്നു. അടുത്ത് നമ്മൾ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്ലേസിലായിരുന്നു. ലൈക്ക് ഉളുപ്പുണ്ണീറ്റാണ് എന്ന് പറയുന്നത്. അവിടെ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ, പക്ഷേ സംഭവം എനിക്ക് അത്ര സുഖകരമായിരുന്നില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് ഫോബിയാസ് ഉണ്ടായിരുന്നു, പണ്ടൊട്ടേ ഉണ്ട്. അതിലൊരു കൈൻഡ് ഓഫ് ഫോബിയാണിത്. ഞാനിതിൽ ഇറങ്ങില്ല എന്ന് 100 വട്ടം പറഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചിറക്കിയതായിരുന്നു. ഞാനവിടെ എടുത്തു വെച്ച് ഓരോ അടിയും വളരെ പേടിച്ചായിരുന്നു. പക്ഷെ ഒരു കാര്യം, ആഷിയുടെ പ്ലേസിൽ വേറെ ആരാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇതിനിറങ്ങത്തില്ലായിരുന്നു. ഓൾസോ ദ പേഷ്യൻസ് ഹി ഹാഡ്. ഈ ഒരു ജീപ്പ് റൈഡിന് പോലും ഞാൻ പേടിച്ച് നിൽക്കുമ്പോൾ ആളുടെ ഒരു ഒറ്റ മോട്ടിവേഷൻ കാരണമാണ് ഇതെല്ലാം പോസിബിൾ ആയത്. സോ ഈ എക്സ്പീരിയൻസ് എനിക്ക് ആശി കാരണം തന്നെ കിട്ടിയതാണ്. നമ്മളങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ വിസിറ്റ് ചെയ്തു. എന്നിട്ട് എന്താ പറയുക, എൻ്റെ ഹബ്ബി എനിക്ക് എൻ്റെ ഫോബിയയ്ക്കൊന്നും ഒരു മതിപ്പും തരാതെ എന്നെ വാട്ടർഫോൾസിലൊക്കെ ഇറക്കി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഒന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയ ആ റൂട്ടുണ്ടല്ലോ, നല്ല രസമായിരുന്നു. അവിടെ ശരിക്കും ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ ഈ വിഷ്വൽസ് ഒന്നും ക്യാപ്ചർ ചെയ്തത് ഞാനല്ല, ഒബ്വിയസ്ലി അതും ആശി തന്നെയായിരുന്നു. ആൾക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ആ കാറ്റും ഈ വ്യൂവും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ റൈഡ് ഭയങ്കര അടിപൊളിയാക്കി. എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെയുള്ള ട്രിപ്സ് ഒന്നും പോകാനുള്ള അവസരം ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യമായിട്ട് ട്രിവാൻഡ്രം സിറ്റി വിട്ട് പോകുന്ന ട്രിപ്പായിരുന്നു ഇത്. ഒബ്വിയസ്ലി ദിസ് വാസ് അവർ ഹണിമൂൺ. പക്ഷേ ഈ ഒരു ട്രിപ്പിലെ ഓരോ മൊമെൻറ്റ്സും എനിക്ക് അത്രയും ക്ലോസ് ടു ഹാർട്ടായിരുന്നു. വ്യൂ പോയിന്റ് എത്തിയ ശേഷം ഭയങ്കര അടിപൊളി പ്ലേസ്. കാറ്റ് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കാറ്റ്. ഭയങ്കര അടിപൊളി ക്ലൈമറ്റ്. ശരിക്കും ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. ഈ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുമാത്രം കാറ്റായിരുന്നു അവിടെ നിന്ന്. എനിക്ക് ചുറ്റുള്ള ഗ്രാസ് കണ്ടാൽ തന്നെ അറിയാം, അമ്മാതിരി കാറ്റായിരുന്നു. നമ്മളീ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉളുപ്പുണ്ണി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരുപാട് വ്യൂ പോയിന്റ്സ് വിസിറ്റ് ചെയ്തായിരുന്നു. ചില സ്ഥലങ്ങളിൽ നിന്നിട്ട് വീഡിയോസ് എടുത്തു, പിന്നെ ചില സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസാണ് എടുത്തത്. പക്ഷെ അവിടുത്തെ കാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ തന്നെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡിസംബറിൽ പോകുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ടൈമിൽ എന്തോ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ ഒരുപാട് ചൂടും ഉണ്ടായിരുന്നില്ല. ഒരു പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഈ വ്യൂ പോയിന്റിലൊക്കെ വന്ന ആ കാറ്റുണ്ടല്ലോ, അതൊക്കെ ഒരു ഒന്നൊന്നര കാറ്റായിരുന്നു. വാഗമണിൽ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെന്നത് അവിടുത്തെ കോഫി പ്ലാന്റേഷനിലായിരുന്നു. ടൈമിന് ട്രെയിൻ ക്യാച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കണ്ട് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാഗമൺ ലേക്കിലാണ്. അവിടെ ഒന്ന് ബോട്ടിങ്ങിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ സമയം വളരെ ഷോർട്ടായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോഴത്തേക്കും ബസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിന് ടൈമിന് റീച്ച് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. സ്റ്റിൽ നമ്മൾ അതൊന്നും കാര്യമാക്കാതെ ജസ്റ്റ് പോയി ബോട്ടിങ്ങും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. അന്ന് ട്രെയിൻ മിസ്സായാലോ എന്ന് പേടിച്ച് ഇത് സ്കിപ്പ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിത് മിസ്സാക്കിയേനെ. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കന്യാകുമാരിയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ കയറിയ ഓർമ്മയല്ലാതെ ഞാനങ്ങനെ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഈ വാഗമണിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ രാവിലെയുള്ള ആ കൊട്ടവഞ്ചി എക്സ്പീരിയൻസും പിന്നെ അത് കഴിഞ്ഞ് ഈ വാഗമൺ ലേക്കിലെ ബോട്ടിങ്ങും, അങ്ങനെ ഒരു ഡേ തന്നെ ഞാൻ 2 പ്രാവശ്യം 2 ടൈപ്പ് ബോട്ടിൽ കയറി. പിന്നെ ബോട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നില്ലേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ പോവുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. ബോട്ടിങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു നമുക്ക് ബസ് പിടിക്കാനായിട്ട്. ബട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ബസ് കിട്ടി. അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് നമുക്ക് ട്രെയിനും കിട്ടി. ആ സ്റ്റോറി എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബട്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് പോലും നമ്മുടെ കയ്യിലില്ല. ബിക്കോസ് എനിക്കൊരു ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജേർണി തികച്ചും അഡ്വഞ്ചറസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ വാഗമണിന് ബൈ പറഞ്ഞു ഗൈസ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഷുവർ ആയിട്ട് പറയാം, ഈ വാഗമൺ യാത്ര നമ്മൾ കാർ എടുത്ത് പോരുന്നെങ്കിൽ പോലും നമുക്ക് ഇമാതിരി ഫൺ കിട്ടില്ലായിരുന്നു. ബിക്കോസ് ആ KSRTC ബസ്സിലെയും പിന്നെ ആ ട്രെയിനിലെയും ഒക്കെ ജേർണി ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു നമ്മുടെ ഹണിമൂണിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കിയത്. സോ ഇതാണ് ഗൈസ് എൻ്റെ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് ടു വാഗമൺ വയ KSRTC ബസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തുടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.